ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പുതിയ രാഷ്ട്രീയം? ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, കുറച്ചൊന്നുമല്ല. പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഒരു ഇന്റർവ്യൂവിലും നിൽക്കില്ല. റിയൽ ആയിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ അതിന് അതേ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ കക്ഷികൾക്ക് പറ്റുന്നുണ്ടോ? ഇവര് എങ്ങനെങ്കിലും അധികാരം പിടിച്ചെടുക്കണം, എല്ലാവരും ഒന്നിക്കെ പേടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ കൂടെ പണം കൊടുത്ത്. അതാണ് അവര് ചെയ്യണത്. കർണാടകത്തിൽ പിന്നീട് നമ്മൾ കണ്ടു, കർണാടകത്തിൽ കോൺഗ്രസ് വളരെ ശക്തമായി തിരിച്ചു വരികയാണ്. എന്താണ് കേരളത്തിൽ കോൺഗ്രസിനെ എത്രമാത്രം തകർക്കാൻ പറ്റും എന്നുള്ളതാണ് BJPയുടെ നോട്ടം. ഇപ്പം കോൺഗ്രസിൽ ഒരു പുതിയ സ്ഥാനം കൂടി വന്നിട്ടുണ്ട്, രാഷ്ട്രീയ കാര്യസമിതിയിലാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അതിലാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുക. ഈ DIC ഉണ്ടാക്കിയ ശരിക്കും തെറ്റായിപ്പോയെന്ന് പിന്നീട് അച്ഛനും ബോധ്യപ്പെട്ടിരുന്നു. പിന്നെ പാർട്ടി വിട്ടുപോയതൊന്നും ഒരിക്കലും അച്ഛൻ ഹാപ്പി ആയിരുന്നില്ല. അച്ഛൻ ഒരിക്കൽ പോലും വേറെ പാർട്ടിയുടെ DICയുടെ കൂടിയും പിടിച്ചിട്ടില്ല, NCPയുടെ കൂടിയും പിടിച്ചിട്ടില്ല. ഈ ഒരു ഇലക്ഷൻ കൂടി വരുന്ന സമയത്ത് അച്ഛനെ ഓർത്തുകൊണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. കേരളത്തിലെ ഏത് കോൺഗ്രസ്സുകാരനും പോകാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഓർമ്മ? ഈ ഇവിടുത്തെ MLA പറഞ്ഞൊരു വാക്ക് ഞാൻ വായിച്ചു നോക്കിയിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു MLA ആണോ ഇത് പറയണേ? സാധാരണക്കാരൻ പോലും പറയാത്ത കാര്യം ഒരു ഉത്തരവാദിത്തപ്പെട്ട MLA ആണ് പറയണത്. നമസ്കാരം, മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും KPCC ഭാരവാഹിയും സർവോപരി ലീഡർ K കരുണാകരൻ്റെ മകളുമായ ശ്രീമതി പത്മജ വേണുഗോപാലാണ്. നമസ്കാരം. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. നിരവധി തെരഞ്ഞെടുപ്പുകൾ കാണുകയും അതിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്ത ആളാണ്. അതായത് വളരെ ചെറുപ്പം തൊട്ടേ നിരവധി രാഷ്ട്രീയ ചർച്ചകളുടെ ഭാഗമാവുകയൊക്കെ ചെയ്ത ആളാണ്. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പുതിയ രാഷ്ട്രീയം? അതായത് ഇപ്പോൾ ഇവിടുത്തെ വിലക്കയറ്റം, ഇപ്പം തന്നെ ഈ 3-4 ദിവസത്തിനുള്ളിൽ നമുക്കറിയാം, കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഒരു സിലിണ്ടറിന് 390 റുപ്യയായിരുന്നത് ഇപ്പോൾ 1110 റുപ്യയാണ്. വിലക്കയറ്റം സാധാരണക്കാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പിന്നെ ഈ വർഗീയത, എന്താ പറയുക, ജാതി പറഞ്ഞിട്ട് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം, ഇതൊന്നും കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ഈ അടുത്ത കാലത്താണ് അത് വല്ലാണ്ട് ഇതായിട്ടുള്ള. ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം അയോധ്യ പോലും, നമ്മളെല്ലാം ഭക്തന്മാരാണ്, ഞാനും വളരെയധികം ഭക്തിയുള്ളൊരു സ്ത്രീയാണ്, പക്ഷെ അത് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുമ്പോഴാണ് അത് മോശമാവുന്നത്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് പറയാം LDFൻ്റെ കാര്യം. ഇപ്പോൾ സാധാരണക്കാരെ ആശ്രയിക്കുന്നത് സിവിൽ സപ്ലൈസ് പോലെയുള്ള ഇതാണ്. അവിടെ എന്താ പറയേണ്ടത്, അതിൻ്റെ ഉള്ളിൽ സാധനം ഇല്ലാണ്ട് അവിടെ എലി കയറി കിടക്കുകയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത്രയും സാധാരണ ജനങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല, അങ്ങനെ 100 പ്രശ്നങ്ങൾ. എന്നാൽ എന്തെങ്കിലും മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി എടുക്കുന്ന രീതി വളരെ ധിക്കാരപരമായിട്ടുള്ള രീതിയാണ് മുഖ്യമന്ത്രി എടുക്കുന്നത്. അതൊന്നും ശരിയല്ല. കാരണം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാനാണല്ലോ ഒരു പൊതുപ്രവർത്തനം ശ്രദ്ധിക്കേണ്ടത്. അതൊന്നുമില്ല. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, കുറച്ചൊന്നുമല്ല. പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഒരു ഇന്റർവ്യൂവിലും നിൽക്കില്ല. നമുക്കറിയാം, ഈ മോദി ഏറ്റവും കൂടുതൽ ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളെയും ആദരിക്കുന്ന വലിയൊരു ചടങ്ങ് നടത്തി. ഇപ്പം തന്നെ മേഡം ഇപ്പം പറഞ്ഞു, സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ഈ വിലക്കയറ്റം ബാധിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വിലക്കയറ്റം ചർച്ച ചെയ്യാതെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് രാമനെക്കുറിച്ചും അമ്പലത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകളെ ആദരിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ റിയൽ ആയിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ അതിന് അതേ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ കക്ഷികൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള എൻ്റെ ഒരു ചോദ്യം. അല്ല, ഇത്ര പോരാ. നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക, ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു ഒത്തൊരുമ ഇതിലാവശ്യമാണ്. നമ്മൾ ഒരു വിഭാഗം മാത്രം നമ്മൾ നോക്കി കാര്യമില്ല. എല്ലാവരും കൂടി അതിന് വേണ്ടിയിട്ടാണല്ലോ കോൺഗ്രസ് മുൻകൈ എടുത്തിട്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. അപ്പോൾ അത് പല പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു പ്രതിപക്ഷ ഐക്യം ഉണ്ടെങ്കിൽ ഇതിനെ തടയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നിപ്പോൾ അവർ വയ്ക്കുന്നത് ഹിന്ദുത്വ അജണ്ടയാണ്. അത് സാധാരണ ചില ഈ ജാതി മതങ്ങളോട് ഇപ്പോഴും സാധാരണക്കാർക്ക് അവർ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമുക്ക് വേണ്ടത് ഭക്തിയൊക്കെ വേണം, പക്ഷെ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വയറ് നിറയുക, നമ്മൾ പണ്ടൊക്കെ പറയും ഒരു ജാൺ വയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ, അതൊക്കെ മറന്നിട്ട് വെറും ജാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ നാട് എവിടേക്കാ എത്തുക നമുക്കറിയില്ല.
ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രതിപക്ഷ ഐക്യമില്ല എന്നുള്ളത്, പ്രതിപക്ഷ ഐക്യമില്ല വലിയൊരു വിഷയം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഇവിടെയുള്ളൊരു വലിയ വിഷയം കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയൊരു ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ്. കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പോയിട്ട് ഏതാണ്ട് 9.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും ദേശീയ തലത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും വലിയ ജനസ്വാധീനമുള്ള പാർട്ടി തന്നെയാണ്. അതിന് വോട്ടിംഗ് ഷെയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ BJP ആയിട്ട് വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ കുറച്ച് അധികം ഉണ്ട്. പക്ഷേ ഇപ്പൊ ബീഹാറിൽ നോക്കൂ, ബീഹാറിൽ വേറൊരു കക്ഷി അധികാരത്തിലുണ്ടായിരുന്നു, മഹാരാഷ്ട്രയിൽ വേറൊരു കക്ഷി അധികാരത്തിലുണ്ടായിരുന്നു, കോൺഗ്രസിനൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഈ ഓപ്പറേഷൻ താമരയിലൂടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ജനാധിപത്യം എന്ന് തോന്നുന്നുണ്ടോ? ജനാധിപത്യം ഇല്ല, അതിനി തീരെ ഇല്ലാണ്ടാവാൻ പോവാണ് ഇപ്രാവശ്യം അവർ ജയിക്കുകയാണെങ്കിൽ. കാരണം ഈ പറഞ്ഞ മാതിരി വോട്ടിംഗ് മെഷീനിൽ എന്താ സംഭവിക്കണേ, ഇപ്പൊ ഒരു പാർട്ടി അധികാരത്തിലുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിലായിരിക്കുമല്ലോ, എല്ലാ അധികാര കേന്ദ്രങ്ങളും, അവർക്ക് എന്തും ചെയ്യാം. അപ്പോൾ പണ്ട് കോൺഗ്രസ് ഉണ്ടായിരുന്നപ്പോഴും കോൺഗ്രസിന് വേണമെങ്കിൽ ചെയ്യായിരുന്നു. പക്ഷെ കോൺഗ്രസ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് അവരതൊന്നും ചെയ്യാൻ പോയില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇവര് എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കണം, എല്ലാവരും ഒന്നിക്കെ പേടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ കൂടെ പണം കൊടുത്ത്, അതാണ് അവർ ചെയ്യണത്. അപ്പൊ ആ രീതിയൊന്നും ശരിയല്ല. അത് കുറച്ച് കഴിഞ്ഞാൽ അത് ഏകാധിപത്യത്തിലേക്ക് പോകും. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും കർണാടകത്തിൽ പിന്നീട് നമ്മൾ കണ്ടു, കർണാടകത്തിൽ കോൺഗ്രസ് വളരെ ശക്തമായി തിരിച്ചു വരികയാണ്. എന്താണ് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം? ഇപ്പൊ DK ശിവകുമാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ നടന്ന വലിയ ദീർഘകാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് തിരിച്ചു വന്നത്, ഒരു സുപ്രഭാതം തിരിച്ചു വന്നല്ല. പക്ഷെ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കോൺഗ്രസിന്റെ ഭാഗത്ത് ഇല്ല എന്നുള്ള വലിയൊരു ആരോപണം വരുന്നുണ്ട്. എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, ഇന്നും ബൂത്തുകളിൽ പോലും എല്ലാ ബൂത്തുകളിലും ആളുകളുള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ആണ് ജയിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് കോൺഗ്രസ് വരും. കാരണം BJP LDFന് പല സ്ഥലത്തും വോട്ട് മറിച്ചു കൊടുക്കുന്നു എന്ന് വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അവർക്ക് LDF ഒരു പ്രശ്നമല്ല. LDF കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു പാർട്ടിയാണ്. കോൺഗ്രസിനെ എത്രമാത്രം തകർക്കാൻ പറ്റും എന്നുള്ളതാണ് BJPയുടെ നോട്ടം. അപ്പം ആ ഒരു രീതി ഇനി ആവർത്തിച്ചല്ല, അല്ലാണ്ട് കോൺഗ്രസ്സുകാരെ കഴിവുകേടുകൊണ്ടോ നേതൃത്വത്തിൻ്റെ കഴിവുകേടുകൊണ്ടോ അല്ല. ഇവരിങ്ങനെ സ്ട്രാറ്റജി എടുത്താൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ വേറൊരു വിഷയം, നമുക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മത്സരിച്ചാണ് തൃശ്ശൂരിൽ, നമ്മളിപ്പോൾ തൃശ്ശൂരാണ് ഇരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ മത്സരിച്ചാണ്. തീർച്ചയായിട്ടും തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട തട്ടകമാണ്. പ്രത്യേകിച്ചിട്ടും ലീഡർ K കരുണാകരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു തൃശ്ശൂർ എന്ന് പറഞ്ഞത്. തൃശ്ശൂരിന് വലിയൊരു പാരമ്പര്യമുണ്ട് കോൺഗ്രസിന്റെ. പക്ഷെ എങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം വന്ന ത്രികോണ മത്സരം വന്നപ്പോൾ വേണം തോൽക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതായത് 2014 വരെ കോൺഗ്രസിന് ശക്തമായിട്ടുള്ളത് ഈ തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടായിരുന്നു. 2014 BJP വന്നതോടുകൂടി പലരും ഈ മോദി പ്രഭാവത്തിൽ വീണിട്ടുണ്ട്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ. അപ്പോൾ അവരുടെ വോട്ടിംഗ് ഇത് കൂടി വരികയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ BJP മാത്രമല്ല, അദ്ദേഹം ഒരു സിനിമാ നടനാണ്, പലർക്കും ആരാധനയുണ്ട്. പിന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ഓരോ, അപ്പോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ ആൾക്കാർ നോക്കുന്നത്. ബാക്കി നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും അറിയില്ല. സോഷ്യൽ മീഡിയയിൽ ചെയ്യിക്കാൻ കഴിവുള്ളവർ ജയിക്കും. അങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വോട്ട് പിടിക്കാൻ പറ്റിയത്. അതൊരു BJPക്കാരൻ എന്നുള്ള നിലയിലല്ല, ഇപ്പോഴും ആൾ ഇത്രയും ആയിട്ട് നിൽക്കുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ്. സുരേഷ് ഗോപിക്ക് അല്ലാണ്ട് വേറെ ആരും നിന്നാലും അത്ര വോട്ടും കിട്ടില്ല. അത് ശരിയാണ്. പക്ഷേ സുരേഷ് ഗോപിന്റെ ഇപ്പം പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ സുരേഷ് ഗോപി ദീർഘകാലമായിട്ട് തൃശ്ശൂരിൽ വട്ടോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ഞാൻ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പറഞ്ഞല്ല, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുരേഷ് ഗോപിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് മോദി 2 തവണ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി എത്ര തവണ വരുമെന്ന് അറിയില്ല, ഇനി ആരൊക്കെ വരുമെന്ന് അറിയില്ല. യഥാർത്ഥത്തിൽ തൃശ്ശൂർ പാർലമെന്റിൽ BJPക്ക് ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? തൃശ്ശൂർ അങ്ങനെയൊന്നും എടുത്താൽ പൊങ്ങണ സ്ഥലമൊന്നുമല്ല. കാരണം ഭയങ്കര പാരമ്പര്യവും കോൺഗ്രസിനോട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന ആളുകളും അങ്ങനെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു ശതമാനം BJPയിലേക്ക് പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അല്ല. പക്ഷേ സുരേഷ് ഗോപി ജയിക്കില്ല എന്നുള്ള കാര്യത്തിൽ 3 അതെനിക്ക് ഉറപ്പ് പറയാം. സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നത് വരെ ലീഡറുമായിട്ടും ലീഡറുടെ കുടുംബാംഗമായിട്ടും താങ്കളൊക്കെ ആയിട്ട് നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ്. എങ്ങനെയാണ് സുരേഷ് ഗോപി ഇങ്ങനെ മാറിയത്? സുരേഷ് ഗോപി, എനിക്ക് എപ്പോഴും വിശ്വാസം എൻ്റെ പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ മാറില്ലായിരിക്കും. കാരണം അത് അച്ഛനുമായിട്ടൊരു വ്യക്തിബന്ധമുള്ള ആളായിരുന്നു. അപ്പോൾ എന്ത് അഭിപ്രായം ചോദിക്കാനും അച്ഛനും അതൊരു സ്വന്തം മകനെ പോലെയുള്ളൊരു ഇഷ്ടവും. കോൺഗ്രസ്സിൽ കൊണ്ടുവന്നിട്ട് മത്സരിപ്പിക്കണം എന്ന അച്ഛന് ആഗ്രഹം ഉണ്ടായിരുന്നു.
പക്ഷെ അതൊന്നും നടന്നില്ല. അച്ഛൻ മരിച്ചു. അതോട് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വേറെ പാർട്ടിയിലേക്ക്, പിന്നെ അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ ആരും ശ്രമിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു ഇതിലേക്ക് അദ്ദേഹം പോയിന്ന് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. സുരേഷ് ഗോപിന്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ടാണ് ഗുരുവായൂരിലെ അമ്പലത്തിൽ വരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നതിന് വലിയ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു സംഭവം ഉണ്ട്. അപ്പോൾ അത് ലീഡർ കെ കരുണാകരനാണ് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രിയെ ഗുരുവായൂരിൽ കൊണ്ടുവരുന്നത്. 1971 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായി സന്ദർശിക്കുന്നത്. പിന്നീട് രണ്ട് പ്രസിഡന്റുമാർ സന്ദർശിച്ചിട്ടുണ്ട്, മറ്റ് രാജ്യത്തു നിന്നുള്ള തലവന്മാരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഗുരുവായൂരിനെ ഒരിക്കലും രാഷ്ട്രീയമായിട്ട് കെ കരുണാകരൻ ഒരിക്കലും ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ ഇത്തവണ നമ്മൾ കാണുന്നത് മോദി തീർച്ചയായും രാഷ്ട്രീയം മാത്രമാണ് അദ്ദേഹം ഗുരുവായൂരിൽ വരാനൊക്കെ ഉണ്ടായ കാരണം. യഥാർത്ഥത്തിൽ അത് ശരിയാണോ തെറ്റാണോ? ശരിയല്ല. ഒരിക്കലും ദൈവത്തിനെയും മതങ്ങളെയും ഒന്നും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കരുത്. അത് ഉപയോഗിക്കാണ്ട് തന്നെ ജയിക്കാൻ പറ്റുമെന്ന് എൻ്റെ പിതാവ് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ പാതയിൽ കൂടെ പോയാൽ മതി. അല്ലാണ്ട് ഈ ഗുരുവായൂർ വന്ന് രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞത് തീരെ ശരിയല്ല. കാരണം ഞാനൊക്കെ എല്ലാ മാസവും പോകുന്ന ഒരാളാണ്. നമുക്ക് അങ്ങനെ ഒരു എന്താ പറയണ്ടത്, ഇപ്പോൾ അയോധ്യയുടെ ഇഷ്യൂ തന്നെ എടുക്കാം. അയോധ്യയിൽ ശ്രീരാമനെ നമുക്കെല്ലാം ഭക്തിയുള്ളതാണ്. പക്ഷെ അത് രാഷ്ട്രീയവൽക്കരിച്ചപ്പോഴാണ് നമുക്കൊരു പോകാനുള്ളൊരു, ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ പോവുമായിരിക്കും. കാരണം അവിടെ ഇരിക്കുന്നത് ശ്രീരാമനാണ്. ശ്രീരാമനെ തൊഴാൻ ഹിന്ദുക്കൾ പോവുമായിരിക്കും. പക്ഷെ ഈ ദിവസം മോദി പ്രതിഷ്ഠ നടത്തുന്നതെന്ന് പറയുന്നതിന് ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇതിനൊക്കെ ഓരോ ജാതി മതങ്ങൾക്കും ഓരോ കടമകളുണ്ട് ജീവിതത്തിൽ. ഇപ്പം നമ്പൂരിമാരാണ് പൂജ ചെയ്യണം, അവിടെ കയറി നമുക്ക് പൂജ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അപ്പോൾ ദൈവികത്വം കിട്ടണമെങ്കിൽ അതാത് അതുള്ള ആൾക്കാർ ചെയ്യണം എന്ന് വെച്ചിട്ട് വേറെ ആരെങ്കിലും ചെയ്താൽ ദൈവതാവില്ല എന്ന് വെച്ചാൽ അതിന് എനിക്ക് ഉത്തരമില്ല. കാരണം നമ്മളെല്ലാം കണ്ടു വളർന്നിട്ടുള്ള അതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത്. ചിലപ്പോൾ ആൾക്കാർക്ക് ചോദിക്കാം, എന്തേ നമ്പൂരിമാർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ? അതൊരു ചോദ്യമാണ്. പക്ഷെ നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചിട്ടുള്ളത് ഇതുവരെ അതാണ്. അതിന് മാറ്റി എഴുതണമെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടം വരണം. നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ അച്ഛൻ എന്റെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്രമായിട്ട് വളരെ അടുത്തുള്ള പാരമ്പര്യമാണ്. പക്ഷെ ഒരിക്കൽ പോലും ക്ഷേത്രത്തിന്റെ ഒരു പ്രവർത്തനത്തിലൊന്നും അച്ഛൻ ഒരിക്കലും ഇടപെടുകയും ചെയ്യില്ല. അതിപ്പം മുഖ്യമന്ത്രിയായ സമയത്ത് ഇടപെട്ടില്ല, കേന്ദ്രമന്ത്രിയായ സമയത്ത് ഇടപെട്ടിട്ടില്ല. അപ്പൊ അത്തരത്തിലൊരു പ്രവണതകൾ ഇന്ത്യയിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കില്ലെന്ന് തന്നെ ചോദിക്കുന്നു. അതെ, അതായത് ഇപ്പൊ പണ്ട് ഗുരുവായൂർ ശരിക്കും പറയുകയാണെങ്കിൽ ഗുരുവായൂർ മാത്രമായിട്ടുള്ള ഒരു ഗുരുവായൂർ അമ്പലത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഒരു കാര്യത്തിന് ഇടപെടേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, തന്ത്രി പറഞ്ഞു ഇങ്ങനെയാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്, ഞാൻ അതിൽ ഇടപെടാനില്ല. അത് എന്താണ് ആ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, ആ വഴി പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അതാണ് നല്ലത്. അതുകൊണ്ടായിരിക്കാം എല്ലാവരുമായിട്ട് യോജിച്ചു പോണത്. ഇപ്പോൾ അച്ഛൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അത് മുറിയുടെ ഉള്ളിലാണ്. അതായത് ആ മുറിയുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അച്ഛൻ എല്ലാവരുടെയും ആളാണ്. അച്ഛനെ ഒരിക്കലും ആരും എനിക്ക് തോന്നുന്നു ചന്ദനക്കുറി തൊട്ടിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അത് മരിക്കുന്ന സമയത്ത് ആരോ തൊട്ട് കൊടുത്തു എന്നല്ലാണ്ട് അത് അച്ഛൻ ഓർമ്മയുണ്ടെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. കാരണം റൂമിലിരിക്കുന്ന സമയത്ത് നാമം ചൊല്ലിക്കഴിഞ്ഞാൽ അച്ഛൻ ചന്ദനക്കുറി തൊടും. അത് കഴിഞ്ഞാൽ അച്ഛൻ മോക്ക് കഴുകി അതെ. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ വിശ്വാസങ്ങളല്ലേ എന്തുകൊണ്ട്? പറഞ്ഞു, ഈ മുറിയിലിരിക്കുന്ന ഞാനാണ് ഹിന്ദു, പക്ഷെ പുറത്തിറങ്ങി എനിക്ക് ജാതി മതവും ഇല്ല, ഞാൻ എല്ലാവരുടെയും ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ വിശ്വാസം എനിക്ക് അതെൻ്റെ മുറിയുടെ ഉള്ളിൽ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡല്ല ഇപ്പോൾ. ഇന്ന് മുറിയുടെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ചന്ദനം തൊടാണ്ട് പുറത്തിറങ്ങി ചന്ദനം തൊടും ആൾക്കാർ. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പലരും എന്താ ഒരു ഹിന്ദു ആവണമെങ്കിൽ ചന്ദനക്കുറി തൊട്ട് നടക്കണം എന്നുള്ളതൊക്കെ. ഞങ്ങളൊന്നും അങ്ങനെയല്ല. ഞങ്ങൾക്കൊക്കെ ഭക്തിയുണ്ട്, വീട്ടിൽ നിന്ന് ഞങ്ങൾ തൊടും. പുറത്തിറങ്ങിയാൽ ഞങ്ങളെല്ലാവരുടെയും അത് കുട്ടിക്കാലം തൊട്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും. ഇന്നും ഞങ്ങളുടെ വീട്ടിൽ സ്റ്റാഫ് എന്ന് പറഞ്ഞ് വരുന്നവരാരും ഹിന്ദുക്കളല്ല അധികം. പല ജാതിക്കാരുണ്ടാവും, ആരോടും ജാതി ഇതുവരെ ചോദിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിം ഉണ്ട്, എല്ലാവരും ഉണ്ട്. അത് അച്ഛൻ്റെ നിന്ന് കണ്ടുപഠിച്ച ചില കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ കോൺഗ്രസ് ഒരു 10 വർഷമായിട്ട് സ്റ്റേറ്റിലും അധികാരത്തിലില്ല. അപ്പം ദേശീയ തലത്തിലും ഇല്ല, സ്റ്റേറ്റിൽ ഏതാണ്ട് 10 വർഷമായിട്ടില്ല, 7 വർഷമായിട്ടില്ല, 7.5 വർഷമായിട്ടില്ല. അപ്പം ഇത്രയും കാലം അധികാരത്തിലില്ലാത്ത ഒരവസ്ഥ കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും കോൺഗ്രസിൽ നിരവധിയായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങളെ ഇപ്പൊ നേരത്തെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, നമുക്കറിയാം. ഇപ്പം ഒരു ഭാഗത്ത് കെ കരുണാകരന്റെ ഗ്രൂപ്പ്, ഒരു ഭാഗത്ത് എ കെ ആന്റണിയുടെ ഗ്രൂപ്പ്. പക്ഷെ ഇതൊക്കെ വരുമ്പോഴും ഇവർ രണ്ടുപേരും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ള വലിയൊരു ആരോപണം വരുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. അതായത് ഇപ്പോൾ ഓരോരുത്തർക്കും ഗ്രൂപ്പാണ്. പണ്ട് എ കെ ആന്റണിയും ശ്രീ കെ കരുണാകരൻ എന്ന് പറയുമ്പോൾ അവർ
എല്ലാ പ്രശ്നങ്ങളും മറക്കും ഇലക്ഷനൊക്കെ ആകുമ്പോൾ. അവർ ഒരുമിച്ച് കൈ കൊടുക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തും വിട്ടുവീഴ്ച ചെയ്യും. അവരുടെ അവസാനത്തെ ഇത് പാർട്ടിയാണ്. ശരിക്കും നമ്മളിപ്പോൾ പ്രസ്ഥാനത്തെ ആണ് വിഷമിപ്പിക്കുന്നത്. പലരും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രസ്ഥാനത്തെ തള്ളി പറയുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള നടപടിയല്ല. പക്ഷെ അല്ലാത്തവരും ഉണ്ട്, നല്ലവരുണ്ട് ഇതിൽ. കാരണം അത് പ്രത്യേകിച്ച് അണികളാണ് കൂടുതൽ. അവർക്ക് എങ്ങനെങ്കിലും ഇത് നന്നായി വരണം, അവരെല്ലാം ഈ അടി കൊള്ളണതും ഇതാവണതൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ആത്മാർത്ഥതയുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ രാഷ്ട്രീയകാര്യ സമിതി, പുതുതായിട്ട് രൂപീകരിച്ച രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് മാഡം എത്തിയിട്ടുണ്ട്. ദീർഘകാലമായിട്ട് KPCCയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു മുഖ്യധാര ഒരു നേതാവായിട്ട് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ അത്തരം പരിമിതികളിലൊക്കെ പാർട്ടിയല്ല കോൺഗ്രസ് എല്ലാ കാലത്തും സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പത്മജ വേണുഗോപാലിന് അത്തരത്തിലൊരു അവസരം നൽകാത്തത്? അല്ല, ഞാൻ കുറച്ച് കാലങ്ങൾ എനിക്ക് അവസരം തരാനൊന്നും ഇരുന്നിട്ടില്ലേ പാർട്ടി. ഞാൻ പക്ഷെ കുറച്ച് കാലമായിട്ട് തൃശ്ശൂർ ഒതുങ്ങിക്കൂടുകയായിരുന്നു. മറ്റേ ഞാൻ സംസ്ഥാനത്ത് മുഴുവൻ പോവായിരുന്നു. പിന്നെ TV-യും ഇതിൽ വരുമായിരുന്നു. ഇപ്പം ഞാൻ അതിനൊന്നും പോവാറില്ല സത്യം പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഒരു 1.5 കൊല്ലമായിട്ട് എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പോഴാണ് ഞാൻ വീണ്ടും ശക്തമായിട്ട് രംഗത്ത് ഇറങ്ങി തുടങ്ങിയത്. ഇപ്പം ഞാൻ ഇലക്ഷനും എല്ലാം, പ്രത്യേകിച്ച് ഞാൻ എനിക്ക് ഏറ്റവും പരിചയം എൻ്റെ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ അവിടുത്തെ ഓരോ ബൂത്ത് ബസ്സിനെ പോലെ എനിക്കറിയാം. ഇപ്പം ഞാനിവിടെ കോൺഗ്രസ് കാൻഡിഡേറ്റ് ആരായാലും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഈ കോൺസ്റ്റിറ്റ്യുവൻസി ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് എനിക്ക് പറ്റും. ബാക്കിയുള്ള സ്ഥലത്ത് ബാക്കിയുള്ളവർ പണിയെടുക്കട്ടെ. പിന്നെ വനിതകളെ എല്ലാ കാലത്തും തോൽപ്പിക്കും. അത് LDF-നായാലും BJP ആയാലും. ഇപ്പോൾ BJP-യിൽ ഡൽഹിയിലൊക്കെ ഉണ്ടെന്നല്ലാണ്ട് കേരളത്തിൽ ഏതാ ശക്തരായിട്ടുള്ള വനിതകളുള്ള? കേരളത്തിലാകെയുള്ള ശോഭ സുരേന്ദ്രൻ മാത്രമാണ്. ശോഭ സുരേന്ദ്രൻ അവർ അംഗീകരിക്കുന്നേ. അതെ, അതാണ് പ്രശ്നം. അപ്പം നമ്മളെ കഴിവുകളുള്ള സ്ത്രീകളാണ് എല്ലാ പാർട്ടിയിലുള്ളത്. പക്ഷെ അവർ പലരും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അധ്യക്ഷയായിരുന്ന ലളിത സുഭാഷ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ ഒരു സീറ്റ് ഒരു നേതാവായിട്ട് പോലും പരിഗണന കിട്ടുന്നില്ല കോൺഗ്രസ് എന്നാണ്. അത് അവര് മലമ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഷുവർ സീറ്റ് കിട്ടുന്നില്ല എന്നാണ്. യഥാർത്ഥത്തിൽ പത്മജ വേണുഗോപാലിന് ഒരു നല്ല സീറ്റ് നേരത്തെ തന്നെ ഒരു ഷുവർ സീറ്റൊക്കെ നൽകി MLA ഒക്കെ മന്ത്രിയൊക്കെ ആക്കേണ്ടതായിരുന്നു. പക്ഷെ ആക്കിയില്ല. അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നപ്പോഴും ആ രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പരിഗണന തരാറ്? കെ കരുണാകരന്റെ മോളായതുകൊണ്ടായിരിക്കാം. കെ മുരളീധരനെ നല്ലോണം ഒതുക്കിയിട്ടല്ലേ. പിന്നെ കെ മുരളീധരന്റെ നാവിനെ എല്ലാവർക്കും പേടിയാ. ഞാൻ പൊതുവെ പാർട്ടിക്ക് എതിരായിട്ടൊന്നും പറയാത്ത ഒരാളാണ്. ഞാൻ പാർട്ടി വേദികളിൽ പറയും, അല്ലെങ്കിൽ പാർട്ടി വേദികളിൽ പോലും പറയില്ല. ഞാനൊരു റൂമിലെത്തി നേതാക്കന്മാരോട് പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കെ മുരളീധരൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് എല്ലാവർക്കും സത്യം പറഞ്ഞു. ഷാർപ്പാണ്, അതുകൊണ്ട് ഭയങ്കര ഷാർപ്പ് പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ ഒന്നായിരിക്കും. ഞാൻ പക്ഷെ ഉള്ളെന്ന് പറയും, മുരളിയുടെ പുറത്തേക്ക് പറയും. അതാണ് വ്യത്യാസം. അപ്പം മുരളിയേട്ടന് എന്താ പറയുക, മുരളിയേട്ടൻ അടുത്ത് എന്താ ചെയ്യാൻ പോണേന്ന് ആർക്കും അറിയില്ല. അപ്പം മുരളിയേട്ടനെ പറ്റി ഉള്ളിൽ ചെറിയൊരു പേടി എല്ലാവർക്കും ഉണ്ട്. അപ്പം ഞാൻ പണ്ടത്തെ ആൾക്കാർ പറയുന്നവർ കരയണ കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയും. നമ്മളൊന്നും കരയാറില്ല, അതാണ് പ്രശ്നം. അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്താണ് മുകുന്ദപുരത്ത് മത്സരിക്കുന്നത്. പക്ഷേ മുകുന്ദപുരം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ സ്ഥലമാണ്. ഇന്നത്തെ ചാലക്കുടിയും കൂടിയല്ല, അത് കുറച്ചും കൂടി ശക്തമായ സ്ഥലമാണ്. അവിടെയും തോൽപ്പിച്ചു. അതെ, 20 പക്ഷെ അന്ന് ആ രാഷ്ട്രീയ ഞാൻ നിന്നപ്പോഴൊക്കെ ഇടതുപക്ഷ തരംഗമായിരുന്നു. 20 19 തോറ്റു, 1 മാത്രമാണ് ജയിച്ചത്. ഇവിടെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സുഖമായിട്ട് ജയിക്കേണ്ട, ഒരു 10,000 വോട്ടിനെങ്കിലും ജയിക്കേണ്ട. സുരേഷ് ഗോപി വന്നാലും ഞാൻ ജയിച്ചേനെ. പക്ഷെ കാലുവാരലുകൾ നല്ലോണം ഉണ്ടായി. അത് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് പാർട്ടിക്ക്, ആരൊക്കെയാണെന്നുള്ളതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അത് ഒരു 3 വർഷമാകുമ്പോഴാണ് ഇതുവരെ അതിലൊരു തീരുമാനം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ വിട്ടു. ഇപ്പം ഞാൻ തന്നെ അത് നോക്കി നിന്നിട്ട് അടുത്ത ഒരു കാൻഡിഡേറ്റിനെ ബുദ്ധിമുട്ട് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഇനി വരുന്ന കാൻഡിഡേറ്റിനെ ഞാൻ ഉണ്ടാക്കില്ല. ഇപ്പം നമുക്കറിയാം അച്ഛനെതിരെ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പടപ്പുറപ്പുണ്ടായി, പലതരത്തിലുള്ള ഗൂഢാലോചന. ഇപ്പൊ നമുക്കറിയാം ഈ ചാരക്കേസ് പോലെയുള്ള കേസ്, അതുപോലെ തന്നെ പാമോയിലും കേസ് പോലുള്ള കേസുകൾ, ഇത്തരം കേസുകളൊക്കെ ഉണ്ടായിരുന്നപ്പോ എങ്ങനെയായിരുന്നു അച്ഛൻ വീട്ടിലെങ്ങനെയായിരുന്നു? ഇല്ല, അച്ഛനാകെ വിഷമം തോന്നിയത് ചാരക്കേസ് വന്നപ്പോൾ. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് കിട്ടിയിട്ടുള്ള ഒരാളെ ചാരൻ എന്ന് പറഞ്ഞ് മുദ്രകുത്തിയപ്പോൾ അത് അച്ഛനെ വേദനിപ്പിച്ചു. അല്ലാണ്ട് വേറെ ഒന്നും അച്ഛനെ വേദനിപ്പിക്കണേ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ദൈവഭക്തിയും ഇതൊക്കെ ആയിരിക്കാം. ആള് വളരെ സ്ട്രോങ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ. ഞാനൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്താ, ഇത് രാഷ്ട്രീയമല്ലേ, ഇതൊക്കെ ഉണ്ടാവും, നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് ആൾ. പക്ഷേ ഈ ചാരൻ എന്ന് പറഞ്ഞപ്പോൾ അത് അച്ഛനെ വല്ലാണ്ട് ഫീൽ ചെയ്തു. എനിക്കത് വല്ലാണ്ട് അച്ഛനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഈ ആ സമയത്ത് യഥാർത്ഥത്തിൽ ശക്തരായിരുന്ന, അല്ലെങ്കിൽ പിന്നീട് അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയൊക്കെ നടത്തിയ ആളുകൾക്ക് പിന്നീട് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്.
അപ്പൊ ഞാൻ മുരളീധരനായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർക്കൊക്കെ പിന്നീട് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ അതിലൊന്നും പറയേണ്ടതില്ല എന്ന്. പക്ഷെ ആ സമയത്ത് വലിയ വിഷമം തോന്നിയിട്ടുണ്ടായില്ല, വ്യക്തിപരമായിട്ട് വിഷമം തോന്നി? പിന്നെ തീർച്ചയായിട്ടും. കാരണം അന്ന് ഒന്നാമത്തെ കാര്യം, അന്ന് അമ്മ മരിച്ച സമയമാണ് എൻ്റെ അമ്മ. അപ്പൊ അമ്മയും അച്ഛനും ഭയങ്കര ക്ലോസ് ആണ്. എന്നുവെച്ചാൽ അച്ഛൻ്റെ എല്ലാ കാര്യത്തിൻ്റെ പിന്നിലും അമ്മയായിരുന്നു. ആ സമയത്താണ് അച്ഛന് ആക്സിഡൻറ്റും, ആരോഗ്യം പോയി, ഭാര്യ മരിച്ചു. അപ്പം അച്ഛന് ജീവിതത്തോടെ തന്നെ ഒരു മടുപ്പ് വന്ന സമയത്താണ് ഇവർ എല്ലാവരും കൂടി അച്ഛനിട്ട് തട്ടി. അല്ലെങ്കിൽ അച്ഛൻ അപ്പോഴും വീഴില്ല, എനിക്കറിയാം അച്ഛൻ്റെ ആ മനസ്സ്. പിന്നെ അച്ഛൻ എനിക്കൊന്നും വേണ്ട, ഇനി എന്തിനാരാ ഉള്ളതെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിപ്പോയി. അതുകൊണ്ടാണ് അച്ഛൻ രാജിവെക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന എൻ്റെ അമ്മ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ അച്ഛൻ അതിനെ ഓവർകം ചെയ്തു വരും. കാരണം അച്ഛൻ്റെ എല്ലാ ശക്തിയും അമ്മയായിരുന്നു. അപ്പൊ ഈ ഇടക്കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അച്ഛൻ. അപ്പോൾ ഇഷ്ടപ്പെട്ടതായിരുന്നല്ല പോയിരുന്നത്. പക്ഷെ എങ്കിൽ പോലും ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൽ വലിയ വിയോജിപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് പി വി നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയായി ആക്കുന്നത് പോലും അന്ന് കരുണാകരനായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് കരുണാകരൻ എന്ന നേതാവിനെ എല്ലാ ആളുകളും ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തായിരുന്നു അത് യഥാർത്ഥത്തിലുള്ള സാഹചര്യം? അത് എങ്ങനെ ഈ കരുണാകരനെതിരെയുള്ള ഈ ഇത്തരത്തിലുള്ള പടപ്പുറപ്പാട് ഞാൻ പറഞ്ഞു, അത് ആ സമയത്തായിരുന്നല്ലോ. എന്തുകൊണ്ടാണെന്നുള്ളത് അതെങ്ങനെയാ നോക്കി കണ്ടത്? രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്നതായിരുന്നല്ലോ. അല്ല, ഞാൻ എന്താ പറയാ, അതിലേക്കൊന്നും എനിക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമില്ലാത്ത പറഞ്ഞ പലരുടെ പേരുകളും പലരുടെ ഇപ്പൊ ഇല്ലാത്ത ആളുകളുടെ പേര് പറയേണ്ടി വരും. അത് എന്തെങ്കിലും എനിക്ക് പറയാൻ തോന്നിയാൽ ഞാൻ പറയുമെന്ന് എനിക്ക് അറിയില്ല ഇപ്പോഴത്തെ മനസ്സിൽ. കാരണം ഇപ്പൊ ഇലക്ഷൻ വന്ന് നിൽക്കുക, ഒരാളെയും വേദനിപ്പിക്കാനോ പാർട്ടിക്ക് ഒരു ദോഷം ഉണ്ടാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരൊന്നുമല്ല, അവർക്ക് എല്ലാ കാര്യവും അറിയാം. ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് ഇനി കുറച്ചും കൂടി വേറൊരു രാഷ്ട്രീയം ചോദിക്കാം. അതായത് നിലവിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണം വന്നിരിക്കുന്നു. എല്ലാ തരത്തിലും ഇപ്പൊ BJPയുടെ ചില പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. അപ്പം താങ്കൾ നേരത്തെ ഒരു മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു. ആ സമയത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ചില പ്രവണതകളാണ് കണ്ടുവരുന്നത്. എങ്ങനെയാണ് മറ്റൊരു മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ ക്രയവിക്രയങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതെന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. കാരണം അന്ന് ഞങ്ങളുടെ കാലത്ത് നമ്മളെ കൂടുതൽ ആക്രമിക്കാൻ പറ്റാത്തത് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ശക്തമല്ല. അത് പിന്നെ ഒരു കാര്യമുണ്ട്, അതായത് എൻ്റെ പിതാവ് എന്ന് പറയണത് ഒന്നിലിടപെടാൻ സമ്മതിക്കാത്ത ഒരാളായിരുന്നു. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഓഫീസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കുമോ? അതായത് ഞാനൊരിക്കൽ KTDC ചെയർപേഴ്സൺ ആയിരുന്നപ്പം അന്ന് മസ്കറ്റ് ഹോട്ടൽ ഞാനാണ് പണിത്. അതിൻ്റെ ഒരു കാര്യത്തിന്, സാമ്പത്തിക ഒരു കാര്യത്തിന് വേണ്ടുന്ന AK ആന്റണി സാറിനെ കാണാൻ ഞാൻ പോയി. അപ്പോൾ ഡ്രൈവർക്കും അറിയില്ല മുഖ്യമന്ത്രിയുടെ, ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ അച്ഛനുള്ള സമയമാണ്. അപ്പോൾ ഞാനവിടെ പോയി താഴെ പോയിട്ട് പോലീസുകാരനോട് ചോദിച്ചു, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. അപ്പോൾ അയാൾ വിചാരിച്ചു ഞാൻ അയാളെ കളിയാക്കുകയാണ്. അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ഞാനിതുവരെ വന്നിട്ടില്ല. അപ്പം അയാൾ വേഗം വന്ന് വഴി കാണിച്ചു തന്നു. ഞാൻ AK ആന്റണി സാറിനോട് ഇത് പറഞ്ഞിട്ട് ആളും അന്തം വിട്ടു. ഇതുവരെ വന്നിട്ടില്ലേ പത്മജ എന്ന് വെച്ചാൽ, ഇല്ല ഏട്ടാ, സമ്മതിക്കാറില്ല അച്ഛൻ. അപ്പം അത്രയും ഓഫീസിൻ്റെ ഉള്ളിൽ പോലും കാല് കുത്താൻ സമ്മതിക്കാത്ത അച്ഛൻ്റെ മകളായതുകൊണ്ട് ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയൊക്കെ വരണേന്നുള്ളത് ഞാൻ പറയായിരുന്നു. നമ്മളൊക്കെ ഒരു കാലത്ത് രക്ഷപ്പെട്ടു, ഇവരൊക്കെ എല്ലാവരും ഇപ്പം അതിൽ അവർ ചെയ്തില്ലേ എന്താണെന്നുള്ളതൊക്കെ ഇനി തെളിയിക്കണം. എന്താണെന്നുള്ളത് കുറ്റങ്ങൾ ആർക്കും പറയാം, പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഇത്തിരി കടന്നു പോകുന്നുണ്ട്. ഇവരെ മകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് മക്കളുടെ രാഷ്ട്രീയത്തിനെ പറ്റി പറയാൻ ഇഷ്ടമില്ല. കാരണം എൻ്റെ അച്ഛൻ പോളിറ്റിക്സിൽ ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നേതാവിനെ ആക്രമിക്കാം രാഷ്ട്രീയമായിട്ട്, മക്കളെ ഫാമിലിയും തൊട്ട് കളിക്കരുതെന്ന് പറയും. അതുകൊണ്ട് ഞാൻ മക്കളുടെ കാര്യത്തിൽ ഇന്നുവരെ വായ തുറന്നിട്ടില്ല. ഞാനൊരു ഇലക്ഷൻ വെക്കുമ്പോഴും എൻ്റെ എതിർ കാൻഡിഡേറ്റിനെ പറ്റി ഒന്നും പറയില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നല്ലാണ്ട് അതെൻ്റെ രീതിയല്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കാലം തെളിയിക്കട്ടെ ആരാണ് തെറ്റ് ചെയ്തതെന്നുള്ളത്. അല്ല, അത് ശരിയാണ്, കാലം തെളിയിക്കും. ഇതുവരെയൊക്കെ തെളിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കോടതിയിൽ നിന്ന് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ പോലും ശിക്ഷകളൊക്കെ ശിക്ഷകളൊക്കെ ഇപ്പൊ പണ്ടത്തെ മാതിരിയൊന്നല്ല, ഇപ്പൊ അപ്പൊ കിട്ടുന്നുണ്ട് എല്ലാവർക്കും. നേരത്തെ പോലെ അത്രയും ലേറ്റ് ആവണില്ല. കാരണം പല നേതാക്കന്മാരും എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ ശാപ ഞങ്ങൾ അനുഭവിക്കണേന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇപ്പം ആർക്ക് വേണ്ടി എതിരെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങോരെല്ലാം കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് മോഡൽ. അതെ, ഇപ്പൊ അച്ഛന്റെ തണലിൽ വളർന്നു വന്ന, ഇപ്പൊ പറഞ്ഞോണ്ടായി പറഞ്ഞ അച്ഛന്റെ തണലിൽ വളർന്നു വന്ന നേതാക്കന്മാരാണ് അറ്റവും. ഇപ്പം നേരത്തെ ഒരു സംഭാഷണം, അതായത്
KC വേണുഗോപാലിന് പനി വന്ന് കിടക്കുന്ന സമയത്ത് ആശുപത്രിയിൽ കഞ്ഞി കൊണ്ടുവന്ന അമ്മയുടെ ചിത്രം വേണു തന്നെ പറഞ്ഞു അതില്. അല്ല, വേണു ഞങ്ങളുടെ കൂടെ 5 കൊല്ലം താമസിച്ചു. അവിടെ എന്നിട്ടാ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും ഒരു സ്വന്തം അനിയന്മാരെയാണ് വേണുവിന്. അപ്പൊ അതാ പറഞ്ഞ, വേണുവിന് സ്വന്തം അമ്മയുടെ മാതിരി തന്നെ പ്രിയപ്പെട്ടതായിരുന്നു എൻ്റെ അമ്മയും. കാരണം എപ്പോഴും പറയും, എനിക്ക് തിരുവനന്തപുരത്തുള്ള അമ്മയാണ്, മറ്റേ അമ്മയ്ക്ക് എന്നെ അധികം നോക്കാൻ പറ്റില്ല, ഈ അമ്മ എന്നെ നോക്കിയിട്ടില്ല. പിന്നെ അമ്മയും പറയും, മലബാറിലെ ഒരു കുട്ടിയല്ലേ, വലിയ മിടുക്കൊന്നും ഉണ്ടാവില്ല ഇടിച്ചു കയറി ഇതാവാൻ. അതുകൊണ്ട് വേണുവൊക്കെ രാത്രി വരുമ്പോൾ അമ്മയാ എണീറ്റ് ഭക്ഷണമൊക്കെ കൊടുക്കുക. അത്രയും ബന്ധമായിരുന്നു എല്ലാവരും തമ്മിൽ. പിന്നെ അച്ഛന് ശേഷം പാർട്ടി വേണം എന്നൊരു തോന്നലുള്ള ആളായിരുന്നു എൻ്റെ അച്ഛൻ. അല്ലാണ്ട് എനിക്ക് ശേഷം പ്രളയം എന്നല്ല. അതിനുവേണ്ടി അച്ഛൻ കുറേയധികം ചെറുപ്പക്കാരെ വളർത്തി. അവരാണ് ഇപ്പം നേതാക്കന്മാർ. പക്ഷെ ഇപ്പോഴത്തെ ആളുകൾ ആരും വളർത്തുന്നില്ല ചെറുപ്പക്കാരെ. പിന്നെ ഇപ്പോൾ വരുന്ന എല്ലാത്തിലും എല്ലാ പാർട്ടിയിലും പലരും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ. പക്ഷെ ഇപ്പം പാർട്ടി യൂത്ത് കോൺഗ്രസ് ഒക്കെ ഇപ്പം ശക്തമായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ്, KSU. അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഗ്രസിനെ പറ്റിയൊരു ആത്മവിശ്വാസമാണ്. എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, യൂത്ത് എന്ന് ശക്തമാവണമെന്ന് കോൺഗ്രസ് നന്നാവും. അപ്പോൾ യൂത്തൊക്കെ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ, KSU നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതൊക്കെ ഒരു ശുഭാപ്തി വിശ്വാസം തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ നമ്മളിപ്പം KPCC പ്രസിഡന്റായിട്ട് സുധാകരൻ വരുന്നു, VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ വലിയൊരു ആവേശം ഉണ്ടാവും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ നമുക്കത് കാണാനില്ല. പ്രത്യേകിച്ചിട്ടും സുധാകരൻ വരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇതിനെ ഒരു കേഡർ സ്വഭാവത്തിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ഒരു സെമി കേഡർ ആക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അല്ല, അത് ഈ ശരിക്കും സുധാകരനെ പോലെയുള്ള ആളുകളെ ഒരു 10 കൊല്ലം മുമ്പ് പ്രസിഡന്റ് ആക്കേണ്ടതായിരുന്നു. വൈകിപ്പോയി എന്നുള്ള ഞാൻ പറയും. പക്ഷെ അദ്ദേഹത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നിട്ട്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പരിധിക്കുള്ളിൽ നിന്നിട്ട് അദ്ദേഹം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി എല്ലാ സ്ഥലത്തും കോൺഗ്രസ് ക്ഷീണം സംഭവിക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു അലയൊലി കേരളത്തിലും കിട്ടില്ല. പക്ഷെ കേരളത്തിൽ ഇന്നും ഞാൻ വിശ്വസിക്കുന്നത്, കേരളത്തിൽ കോൺഗ്രസ് ശക്തമാണ്. ഈ BJP നയം എടുത്തില്ലെങ്കിൽ, BJP ഈ പറഞ്ഞ മാതിരി വോട്ട് മറിച്ച് മാസ്റ്റർ പാർട്ടിക്ക് കൊടുത്തില്ലെങ്കിൽ ഇപ്പോഴും കോൺഗ്രസ് ജയിക്കും. അല്ല, BJPക്ക് അങ്ങനെ വോട്ട് ചെയ്യാൻ CPM പറ്റുമോ? അവർക്ക് ആദ്യത്തെ ശത്രു കോൺഗ്രസ് ആണ്. അത് കഴിഞ്ഞിട്ടേ പിന്നെ അവർ CPMന്റെ മേലെ കൈവയ്ക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എളുപ്പമല്ലേ പൊടിച്ചു കളയാൻ. ഒരു സ്ഥലത്തല്ലേ ഉള്ളൂ ആകെ. കോൺഗ്രസ് അങ്ങനെയല്ലല്ലോ. കോൺഗ്രസ് ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ജയിച്ചു വരുന്ന, അവർക്ക് കോൺഗ്രസ് മുക്ത ഭാരതല്ലേ വേണ്ടത്. ഇപ്പം നമുക്കറിയാം, ഈ ഇലക്ഷനൊക്കെ അടുത്ത് വരുന്ന സമയത്ത് ഈ മുരളീഭവനത്തിൽ നമ്മളിപ്പോൾ ഇരിക്കുന്നത് തൃശ്ശൂരിൽ, ഈ മുരളീഭവനം നിറയെ ആൾക്കാരുണ്ടാവും. സ്ഥാനാർത്ഥി ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് വലിയ വലിയ ചർച്ചകളും ഒക്കെ ആയിട്ട് ആ ആരവങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. അതിന്റെ ഓർമ്മകൾ എങ്ങനെയാണ്? അല്ല, അത് ആൾക്കാരിലപ്പോൾ വരാത്തോണ്ടാ. ഞാൻ ഇന്ന് വരുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. ഒരു 100-100 ആളെപ്പോഴും ഉണ്ടാവും. കാരണം ഞാൻ എല്ലാത്തിലും ഇടപെടുന്ന ഒരാളാണ് ഇവിടെ ഇതിൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ കല്യാണത്തിന് വന്ന് ശരിക്കും അപ്പം തന്നെ മടങ്ങാൻ നിന്നിരുന്നതാണ്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒല്ലൂക്കര മണ്ഡലത്തിൻ്റെ വന്നത്. അപ്പം ഞാൻ ഈ വന്നത് ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ ഞായറാഴ്ച ദിവസങ്ങൾ പൊതുവേ ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ. അവർ പള്ളിയിൽ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഉച്ചയ്ക്ക് വരല് വൈകുന്നേരം. അപ്പം ഞാനില്ലാത്തതുകൊണ്ട് അല്ല, ഞാൻ ശരിക്കും അല്ലാണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇവിടെയൊക്കെ ആളായിരിക്കും. എനിക്കൊരിക്കലും ആളില്ലാണ്ട് ഞാൻ ഇരുന്നിട്ടില്ല. ഊണ് കഴിക്കാൻ തന്നെ ഒരു 15-20 ആള്. ഞാനുള്ള സമയത്ത് ഇവിടെ അങ്ങനെയാ. പുറത്ത് അന്വേഷിച്ചറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എപ്പോഴും ആൾക്കാരുടെ കൂട്ടത്തിൽ. പിന്നെ ഞാനില്ല, ഇപ്പൊ തന്നെ വന്നിട്ടുള്ളത് ഇവിടുത്തെ സീനിയർ നേതാക്കന്മാരാ. ഓരോ കാര്യം ഡിസ്കസ് ചെയ്യാനാ വന്നിട്ടില്ല. അപ്പൊ എല്ലാത്തിനും ഞാൻ ഇടപെടും ഇവിടുത്തെ കാര്യങ്ങളിൽ. ഈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാവോ? ഞാൻ എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. ഇവിടെ പിന്നെ സിറ്റിംഗ് MP ഉണ്ടല്ലോ, സിറ്റിംഗ് MPമാരുള്ള സ്ഥലത്ത് അവർ തന്നെയാണ് നിൽക്കുക എന്നുള്ളതാണ് തീരുമാനം. അങ്ങനെയാണ് ഒരു തീരുമാനം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിലും ആലപ്പുഴയിലൊക്കെ മാത്രമാണ് മാറേണ്ടതുള്ളൂ. കാരണം KPC പ്രസിഡന്റിന് 2 ചുമതലയും കൂടി വഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. MP എന്ന് പറഞ്ഞ ഫുൾ ടൈം ഉണ്ടാവേണ്ട ഒരാളാണ്. KPC പ്രസിഡന്റും അതേമാതിരി തന്നെ. അപ്പം അദ്ദേഹം അതുകൊണ്ട് നിൽക്കാൻ സാധ്യത കുറവാണ്. ഇപ്പം കോൺഗ്രസിൽ ഇപ്പം ഒരു പുതിയ സ്ഥാനം കൂടി വന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയ കാര്യസമിതിയിലാണ്. എന്താണ് അതിന്റെ ഒരു ചുമതല? എന്താണ് ഇപ്പം? അത് ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അതിലാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുക. അതിൽ ഒരു വനിത ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 3 പേര് വന്നു. അപ്പോൾ അത് കൂടുതൽ വനിതകളെ വെക്കണം എന്നുള്ള ഇതുണ്ട്. പിന്നെ അല്ലെങ്കിലും എന്നെ പാർട്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് നേരം, പിന്നെ പല കാര്യങ്ങൾ കൊണ്ട് നീണ്ടുപോയി എന്ന് മാത്രം. കാരണം ഞാൻ സ്ട്രോങ് ആയിട്ട് പറയുന്ന ആളും
നന്നായിട്ട് ഇപ്പം എൻ്റെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കി പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഞാൻ ആരോടും ചോദിക്കാനും പോവില്ല, ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം ഞാൻ പൊട്ടിത്തെറിക്കും ഞാൻ, അതാണ്. പക്ഷെ ഞാൻ പൊതുവെ പൊട്ടിത്തെറിക്കില്ല അങ്ങനത്തെ. കാരണം പാർട്ടിക്ക് ഒരു ദോഷം ഉണ്ടാക്കണ കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അച്ഛൻ പാർട്ടി വിട്ട് പോയപ്പോൾ പോലും ഈ പാർട്ടിയിൽ ഉറച്ചു നിന്ന ആളാണ് ഞാൻ ചോദിക്കാൻ വേണ്ടിയിരുന്നതാണ്. അപ്പൊ DIC ഉണ്ടാക്കിയപ്പോ അന്ന് പാർട്ടിയുടെ കൂടെ തന്നെ നിന്നു. അച്ഛനും സഹോദരനും പാർട്ടി ഉണ്ടാക്കി. അതുപോലെ തന്നെ ദേശീയ നേതാക്കന്മാരെ അടക്കം വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പാർട്ടി പ്രവർത്തനവുമായി മുന്നോട്ട് പോയ സമയത്തും ഈ പാർട്ടിയുടെ കൂടെ നിന്നാണ്. പക്ഷെ എന്നിട്ട് പോലും അത്തരത്തിലുള്ള ഒരു പരിഗണന കിട്ടിയോന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അത് സോണിയാഗാന്ധിക്ക് ആ പരിഗണന എനിക്ക് എപ്പോഴും തന്നിരുന്നു. അവർക്ക് വയ്യാണ്ടായപ്പം പുതിയ ആളുകളുടെ കയ്യിൽ പോയപ്പോൾ ഒക്കെ കുറേ വ്യത്യാസം. കാരണം ഞാനൊക്കെ നേരിട്ട് ബന്ധം അവരുമായിട്ടായിരുന്നു കൂടുതൽ. അപ്പം ഇപ്പം പഴയ മാതിരി അവരെ കാണാനും പറ്റാറില്ല, അവരൊന്നിൽ ഇടപെടാറില്ല. അവർക്കാണ് ഈ ചരിത്രം മുഴുവൻ അറിയാവുന്നത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും. പക്ഷേ സംഘടനാ ചോദ്യം ജനറൽ സെക്രട്ടറി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, സ്വന്തം ആളല്ലേ അവിടെ ഇരിക്കുന്നത്. അതിലേക്കൊന്നും ഞാൻ പോവാറില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, സംസാരിക്കും എന്നല്ലാണ്ട്. ഇപ്പൊ ഇതിൽ വെച്ചതും വീട് തന്നെയാണ് കേട്ടോ. അപ്പൊ അതെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. ഈ DIC ഉണ്ടാക്കിയ ശരിക്കും തെറ്റായിപ്പോയി പിന്നീട് അച്ഛനെ ബോധ്യപ്പെട്ടിരുന്നോ? DIC ഉണ്ടാക്കിയ തെറ്റാന്നല്ല, അത് കൊണ്ടുപോയ രീതിയാണ് അച്ഛന് ഇഷ്ടമില്ലാണ്ടിരുന്നത്. പിന്നീട് NCP-യിലൊക്കെ പോയി ചേരുകയൊക്കെ ചെയ്തു. അപ്പം അതൊരു പിന്നെ അച്ഛനെ പാർട്ടി വിട്ടു പോയതൊന്നും ഒരിക്കലും അച്ഛൻ ഹാപ്പി ആയിരുന്നില്ല. അച്ഛൻ ഒരിക്കൽ പോലും വേറെ പാർട്ടിയുടെ DIC-യുടെ കൂടിയും പിടിച്ചിട്ടില്ല, NCP-യുടെ കൂടിയും പിടിച്ചിട്ടില്ല. ഈ പതാക ഉയർത്തുന്ന സമയമാകുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ കൈയെട്ടി നിൽക്കുന്നു, വേറെ ആരെങ്കിലും ഉയർത്തിക്കോളാൻ പറയുന്നു. തൊടില്ല. ഒരു കാര്യം നിങ്ങൾക്ക് അറിയോ, ശ്രീമതി സോണിയാഗാന്ധി അച്ഛനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അച്ഛൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അവര് പറഞ്ഞത് എൻ്റെ മദർലവൻ്റെ കൂടെ എല്ലാ ആപൽഘട്ടങ്ങളിലും നിന്ന ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാനുള്ളപ്പോൾ പുറത്താക്കില്ല. അതുകൊണ്ട് അച്ഛൻ പോയിട്ടില്ലേ പാർട്ടിയിൽ നിന്ന്, ബാക്കി എല്ലാവരും പോയുള്ളൂ. ഈ ഒരു ഇലക്ഷൻ കൂടി വരുന്ന സമയത്ത് അച്ഛനെ ഓർത്തുകൊണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. കേരളത്തിലെ ഏത് കോൺഗ്രസ്സുകാരനും പോകാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഓർമ്മ? അല്ല, ഇപ്പോഴത്തെ ഈ BJP-യുടെ ഹിന്ദുത്വം കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും അതൊരു ശരിയായിട്ടുള്ള നടപടിയല്ല. രാഷ്ട്രീയമായിട്ട് കാണണം, ജാതി മതത്തിനൊന്നും ഇതിൽ വലിച്ചിഴക്കരുത്. അതിന് മറുമരുന്ന് കണ്ടുപിടിക്കണം ശരിക്ക്. പക്ഷെ അങ്ങനത്തെ നേതാക്കൾ കുറവാണ്. അവിടെയാണ് അച്ഛൻ അതിൽ എന്തെങ്കിലും കണ്ടുപിടിക്കും. അതിനുള്ള മിടുക്കൊക്കെ അത് എങ്ങനെയാണെന്ന് എനിക്ക് നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് അവിടെ ചെന്ന് ഈ ഹിന്ദുത്വ ഇതും എല്ലാം ഈ ജാതി എന്ന് പറയുമ്പോൾ അവർക്ക് ഉഷു പച്ച ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഇതിനൊരു കുരുട്ട് കണ്ടുപിടിച്ചേനെ എന്ന് പറയും. ആ സമയത്തൊക്കെയാണ് അച്ഛൻ്റെ. ഇതിപ്പോൾ നമ്മളൊരു ഏകാധിപത്യത്തിലേക്ക് പോവുമെന്നുള്ളൊരു പേടിയിലാണ് നമ്മൾ ഈ ഇലക്ഷനെ നോക്കി കാണുന്നത്. കാരണം കൂടുതൽ സീറ്റ് കിട്ടിയ അവർ ഭരണഘടന മാറ്റും, ഹിന്ദു രാജ്യം എന്ന് പറഞ്ഞുണ്ടാക്കും. ഇതൊക്കെ സാധാരണ ആൾക്കാർക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും പല കമ്മ്യൂണിറ്റിക്കും. അപ്പം അത് തടയാൻ ആരെങ്കിലും ശക്തമായിട്ടുള്ള ഒരു ബുദ്ധി അതിൻ്റെ പിന്നിൽ വേണം. അപ്പോൾ കേരളത്തിൽ ഈ അഴിമതി സർക്കാരിനെതിരെ ഈ വോട്ടെടുപ്പ് അതുകൂടി പ്രതിഫലിക്കില്ലേ? തീർച്ചയായിട്ടും അത് നല്ലോണം പ്രതിഫലിക്കും. ഇപ്പോൾ തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ ഇവിടുത്തെ MLA പറഞ്ഞൊരു വാക്ക് ഞാൻ വായിച്ചു നോക്കിയിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു MLA ആണോ ഇത് പറയണേ? സാധാരണക്കാരൻ പോലും പറയാത്ത കാര്യം ഒരു ഉത്തരവാദിത്തപ്പെട്ട MLA ആണ് പറയണത്. അദ്ദേഹം പിൻവലിച്ചാലും പറഞ്ഞ വാക്കുകൾ നമ്മൾ പറയില്ലേ, പറഞ്ഞു പോയ വാക്കും അമ്പും തിരിച്ച് എടുക്കാൻ പറ്റില്ല. അതാണ് അങ്ങോരുടെ കാര്യത്തിലുണ്ട്. അത് ഇവിടെ LDF-നെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ ജയിക്കും. അവിടെ കോൺഗ്രസിനൊരു വോട്ടുണ്ട്. ആരും നല്ല രീതിയിൽ കോൺഗ്രസ് പ്രവർത്തിച്ച് ഒത്തൊരുമിച്ച് പോകണം, എന്നാൽ മാത്രം. ഇത്രയും തിരക്കിനിടയിൽ നമ്മളെ സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.